അങ്ങനെ കാട്ടാളൻ നാളെ എത്തുകയാണ്. മെയ് 28-ാം തീയതി കാട്ടാളൻ എത്തുന്നത് നാളെ പെരുന്നാൾ ദിനത്തിലാണ്. വമ്പൻ റിലീഫാണ്. 5 ഭാഷയിൽ ഇത് ഇറക്കുന്നുണ്ട്. അതുപോലെ ലോകത്തെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീഫ് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം 3 കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ചിത്രമാണ്. ഷോയിലെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് 100Kക്ക് മുകളിൽ, ഏകദേശം 111K ഒക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ആൾക്കാർ വളരെയധികം കാത്തിരിക്കുന്ന ചിത്രമാണെന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട. അതുപോലെ തന്നെ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയിൽ 1000 ഒക്കെ കടക്കുന്നത് നമ്മൾ കണ്ടു. നാളെ ചിത്രം പോസിറ്റീവ് ആണെങ്കിൽ ഒരു തൂക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. ഈ ക്യൂബ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ പോൾ ജോർജാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. പോൾ ജോർജിൻ്റെ ആദ്യത്തെ ചിത്രമാണ് എന്ന് തോന്നുന്നു. ആൻ്റണി വർഗീസ് പെപ്പയാണ് ഇതിനകത്തെ നായകനാകുന്നത്. ഷെരീഫ് മുഹമ്മദ് നിർമ്മാണം നടത്തുന്നു. ഷെരീഫ് മുഹമ്മദ് എന്ന് പേര് കേൾക്കുമ്പം തന്നെ നമുക്ക് മുന്നി മൂന്തനെയും മാർക്കോയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഒരു ചിത്രമായിരുന്നു മാർക്കോ കഴിഞ്ഞതിന് ശേഷം ഉള്ള ചിത്രമാണ് കാട്ടാളൻ. അതുപോലെ ഒരു വയലൻസ് നിറഞ്ഞ ചിത്രമാണോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. കാരണം വയലൻസിൻ്റെ അങ്ങ് പീക്ക് മാർക്കോ കാണിച്ചത്. അതുക്കും മുകളിലേക്ക് കാട്ടാളൻ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. ഈ കാട്ടാളൻ എന്ന സിനിമയെ പറ്റി ഓർക്കുമ്പോൾ എനിക്കും വളരെയധികം ഇൻട്രസ്റ്റാണ്. കാരണം കാണണം എന്നുള്ളൊരാഗ്രഹമുള്ളൊരു ചിത്രമായിട്ട് മാറി. അതിനൊരു വേറൊരു കാരണം, മലയാളികളെ സംബന്ധിച്ച് ഈ ആനയും കാടും ഒക്കെ വളരെ അധികം സന്തോഷമുള്ളൊരു കാര്യമാണ് കാണുക എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ആനയും ലാലേട്ടനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ്, പ്രത്യേക സുഖമാണ്. അപ്പോൾ ആ ഒരു ആനയുടെ കഥ പറയുന്നു, കാട്ടിലെ കഥ പറയുന്നു. ആൻ്റണി വർഗീസ് പെപ്പെ പോലുള്ള ഒരു യുവത്വം അതിനകത്ത് ആക്ഷൻ രംഗങ്ങളിലകത്ത് അഭിനയിക്കുന്നു. ട്രെയിലറും ടീസറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഒരു വൈബ് നമുക്ക് ഉണ്ടായി. അത് പ്രത്യേകിച്ച് കാടിൻ്റെ കഥയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേക വൈബ് ഉണ്ടാകും. ഞാൻ ഈ ആനക്കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. മലയാളത്തിൽ ആനക്കഥകൾ വളരെ കുറവായിരുന്നു. ഇത് ആന വേട്ടയാണ് ഉദ്ദേശിക്കുന്നത് എന്നത്. ആനക്കൊമ്പും ആനയെ കൊന്ന് നിൽക്കുന്ന കാട്ടാളൻ്റെ രൂപം, ആൻ്റണി വർഗീസ് പെപ്പയുടെ രൂപം, ഇതൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് യുവത്വം ഇടിച്ചു കയറുമെന്നുള്ള 100% ഉറപ്പാണ്. പിന്നെ നല്ല കഥയുണ്ടെങ്കിൽ ഫാമിലി പ്രേക്ഷകർ എന്തുമാത്രം ഈ ചിത്രത്തെ നല്ല രീതിയിൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്നറിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ചിത്രത്തിൻ്റെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത 100 കോടി ചിത്രമാകാനും സാധ്യതയുണ്ട്. മാർക്കോ ഇതുപോലായിരുന്നു. ലൈഫിൻ്റെ പീക്ക് കാണിച്ചു, എ സർട്ടിഫിക്കറ്റ് കൊടുത്ത ചിത്രം. അവസാനം 18 വയസ്സിന് താഴെയുള്ള ആരും കയറരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഭയങ്കര ഒരു കളക്ഷനായിരുന്നു ഉണ്ടായത്. എല്ലാ ഭാഷയിലും നിറഞ്ഞാടുന്നു, 100 കോടി അടിക്കുന്നു. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന പേരങ്ങ് ഹൈപ്പിലെത്തുന്നു. അവസാനം മാർക്കോയിലൂടെ ഉണ്ണി മുകുന്ദൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാകുന്നതും പിന്നെ നമ്മൾ കണ്ടു. ഇനി ആൻ്റണി വർഗീസ് പെപ്പയുടെ കാര്യമാണ്. ആൻ്റണിയെ സംബന്ധിച്ച് എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു യുവത്വത്തിന് വളരെ സ്വീകാര്യമായൊരു മുഖമുള്ളതാണ്. ചില മുഖങ്ങളുണ്ട്, ചില ഇടികളൊക്കെ. ഈ ജഗദീഷ് ചുറ്റുവരണത്തിനകത്ത് പറയുന്നത് കേട്ടു, ലാലേട്ടൻ കഴിഞ്ഞാൽ നമുക്ക് തോന്നണം ഇത്ര പഞ്ചോടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ആൻ്റണി വർഗീസാണ്. കാരണം ലാലേട്ടൻ്റെ സ്റ്റണ്ട് രംഗങ്ങളൊക്കെ, ലാലേട്ടൻ്റെ ഇടി കണ്ടാൽ നമുക്ക് തോന്നും ലാലേട്ടൻ തന്നെ ഇടിച്ചു, ഇതിന് മുകളിൽ നിൽക്കാൻ വേറെ ആരുമില്ല. അതിനുശേഷം ആൻ്റണിയാണ് എന്ന് പറയുന്നത്. എനിക്കും അത് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുക. അത് പ്രത്യേകിച്ച് കാടും ആനയും സ്റ്റണ്ട് രംഗങ്ങളും അതിസാഹസികമായൊക്കെ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ മലയാള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് അതിനകത്തൊരു കഥയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് പോസിറ്റീവ് ആവും, അത് കയറി കൊളുത്തുകയും ചെയ്യും. ഈ ചിത്രം ദൃശ്യത്തെ ബാധിക്കുമോ എന്നൊക്കെയുള്ളവർ പലരും ചോദിക്കുന്നുണ്ട്. അത് ദൃശ്യത്തെ ബാധിക്കാൻ സാധ്യത കുറവാണ്. കളക്ഷന് ചില മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കാം. ദൃശ്യത്തെ വിജയപരാജയങ്ങളൊന്നും ബാധിക്കത്തില്ല. കാരണം ദൃശ്യം നാളെ കൊണ്ട് 200 കോടി കടക്കാനുള്ള സാധ്യതയിലേക്ക് നിൽക്കുമ്പോൾ എന്ന ചിത്രം വിജയിച്ചാൽ എന്ത്, വിജയിച്ചില്ലെങ്കിൽ ദൃശ്യത്തെ ബാധിച്ചു. എനിക്ക് തോന്നുന്നു വിജയിച്ചില്ലെങ്കിൽ അല്പം കൂടെ ദൃശ്യത്തിന് ഗുണമായി വരും. ഒരുപക്ഷെ വിജയിച്ചു കഴിഞ്ഞാൽ
ദൃശ്യത്തിൻ്റെ കളക്ഷൻ നമ്മളെ പ്രതീക്ഷിക്കുന്ന കളക്ഷൻ കിട്ടാതെ വന്നേക്കാം. പക്ഷേ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രത്തിൻ്റെ എന്താ പറയുന്നത്, അവർ എന്താണ് ഉദ്ദേശിച്ചത് അതിൻ്റെ ഹൈപ്പിലെത്തി നിൽക്കുകയാണ്. ഇനിയും ദൃശ്യത്തെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നാളെ ചിത്രം കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ആൻ്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത് ഒത്തിരി നാളായി. കാടിൻ്റെയും എക്കോ കണ്ടായിരുന്നു അല്ലേ? എക്കോ ഫുൾ കാടല്ലല്ലോ, എന്നാലും ഒരു കാടിൻ്റെയും അവിടെ ഈ ഒരു വേട്ടക്കാരൻ്റെയും ആനയുടെയൊക്കെ കഥ പറയുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം എന്താ പറയുന്നത് ഇൻട്രസ്റ്റ് ആയിട്ട് കാത്തിരിക്കുകയാണ്. നാളെ ടിക്കറ്റ് എടുക്കണം, ചിത്രം പോയി കാണണം. അതിനുശേഷം എന്താണെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാം. അപ്പം അതിന് ശേഷം നമുക്ക് ചിത്രത്തെപ്പറ്റി പറയാം. അപ്പം നിങ്ങളും കാണാൻ പോവില്ലേ? കാത്തിരുന്ന് കാണാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.